എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ തൊടുപുഴയാണ് ഗൈസ്, അച്ചായൻ്റെ വീട്ടിലാണ്. 3-4 ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെയായിരുന്നു. ഇപ്പം എന്തേ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തൊടുപുഴ സിറ്റിയിൽ പോവാണ്. അതെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ബേബീസിനെ കൊണ്ടാണ് പോകുന്നത്. എന്താവും ഏതാവും എന്നറിയത്തില്ല. കാരണം നല്ല വെയിലും ചൂടുമാണ്. പിള്ളേർ മിക്കവാറും മടുപ്പായിരിക്കും ഗൈസ്. ഞങ്ങൾ ശരിക്കും നല്ല ബിസി ആയിരുന്നു ഗൈസ്. ഞങ്ങൾ തൊടുപുഴ അടൂര് ഇങ്ങനെ മാറി നിൽക്കുവാണ്. ചായന്റെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ശനിയാഴ്ച രാവിലെ വന്നു. ഇവിടെ പെരുന്നാളായിരുന്നു കേട്ടോ. ഞായറാഴ്ച രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെയായിരുന്നു. പെരുന്നാളൊക്കെ കൂടി ഞങ്ങൾ നല്ല അടിപൊളി കപ്പ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു. ഇതെല്ലാം എല്ലാവരും കഴിച്ച് നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തിങ്കളാഴ്ച ഒന്ന് തൊടുപുഴ സിറ്റിയിലൊക്കെ ഒന്ന് പോയി പിള്ളേർക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം, ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം. അപ്പം അതിൻ്റെ പരിപാടിയാണിപ്പം. അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഞങ്ങൾ അങ്ങനെ 1 മണിക്കൂർ ബാങ്കിൽ സ്പെൻഡ് ചെയ്തു അല്ലേ അച്ഛാ? ആണ്. നമ്മുടെ പഴയൊരു അക്കൗണ്ട് ഒന്ന് റീആക്ടിവേറ്റ് ചെയ്യണമായിരുന്നു. അതിൻ്റെ അതൊന്ന് ചില പൈസയൊക്കെ എടുത്ത് എല്ലാം ഏകദേശം ഒന്ന് സെറ്റാക്കി അല്ലേ. ഇനിയിപ്പം അച്ഛന് കുറച്ച് പാൻറ്റുകൾ വേണം. ഇനിയും അതിനുള്ള പരിശ്രമമാണ് ഞങ്ങൾ. ഫൈനലി ഞങ്ങളിവിടെ തൊടുപുഴ ടൗണിൽ കൂടെ കറങ്ങിയടിച്ച് ഇവിടെ ജോൺ പ്ലേയേഴ്സും ലീ കൂപ്പറൊക്കെ ഉള്ള കുറേ ബ്രാൻഡഡ് ഷോപ്പുകളുള്ളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ലീ കൂപ്പറിൽ വന്നു. ഇപ്പം അച്ഛൻ ഓരോന്ന് ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഇത് രസമുണ്ടല്ലേ? ഇച്ചിരി ലൂസും ഇല്ലേ? ഞാനല്ല സെലക്ട് ചെയ്തേ. ഞങ്ങൾ അങ്ങനെ ലീ കൂപ്പറിൽ നിന്ന് ഇറങ്ങി. അടുത്ത എവിടെ അച്ഛാ വന്നേ? അതെ, ചുമ്മാ ഒരു ബാഗൊക്കെ നോക്കുവാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അമേലിയയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല. അമേലിയയ്ക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഞങ്ങളങ്ങനെ വിശന്ന് വലഞ്ഞപ്പോൾ ഷോപ്പിംഗ് എല്ലാം പാതി വഴിയിൽ നിർത്തിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാണ്. ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇവിടെ ഞങ്ങൾ ക്ഷമരായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് എൻ്റെ പിള്ളേരെയും കൊണ്ട് കിഡ്സിൻ്റെ ഷോപ്പിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നതെന്ന്. ഇവരിത് എവിടെ ഇരുന്ന് കഥയൊക്കെ പറയുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു. ആദ്യമായിട്ട് നമ്മൾ ചിക്കൻ ലോലിപ്പോപ്പും പിന്നെ പിള്ളേർക്ക് സൂപ്പ് ഓർഡർ ചെയ്തു. എല്ലാം നല്ല ഐറ്റം കേട്ടോ. സ്പൈസി ആയിട്ടൊന്നും കഴിക്കത്തില്ല എന്ന് പറയുന്ന എൻ്റെ പിള്ളേർ ചിക്കൻ ലോലിപ്പോപ്പ് ഇതേ അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു അല്ലേ കുഞ്ഞെ? ഇസ് ഇറ്റ് യമ്മി ഗേൾസ്? യാ, കണ്ടോ? ഇനി നമ്മൾ ഇലയിൽ പൊതിഞ്ഞ മട്ടൻ ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. ആഹാ, പൊതിച്ചോറൊക്കെ പോലെ ഇതേ മട്ടൻ ബിരിയാണി, നല്ല കിടക്ക സാധനം. അതിൻ്റെ കൂടെ പ്രോൺസ് ഉലർത്തിയത്. ഇവിടെ കളിപ്പാട്ടം എന്ന് പറയുന്നൊരു ടോയ് ഷോപ്പുണ്ട്. അവിടെ വന്നിട്ട് ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കളത് ഓരോരോ ടോയ്സിൽ കയറിയിരിക്കുന്നു. ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു. ഇവിടെ എന്തോ കാര്യമായ പരിപാടി നടക്കുന്നുണ്ട് ഗൈസ്. ട്രയലൊക്കെ നോക്കുന്നു. എനിക്കിഷ്ടപ്പെട്ടു. നമ്മൾ ലെവിസിൻ്റെ സ്റ്റോറിലാണ് അല്ലേ. ഇവിടെ ഞങ്ങൾ പല സാധനങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. ഇവിടെ എൻ്റെ ആഞ്ചലാക്ക് എൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഏകദേശം എൻ്റെ അംഗമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് നമ്മൾ വന്നു. അത് നല്ല അടവനോ, എനിക്കിഷ്ടപ്പെട്ടു. ഇങ്ങോട്ട് കാണിച്ചു പോനു. ആഞ്ചല എന്തൊക്കെയോ ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് നോക്കുവാണ്. ഇഷ്ടപ്പെട്ടോ ആഞ്ചലാക്ക്? ആഞ്ചല ഇപ്പൊ എന്തോ സാരി ഉടുത്ത പോലെയൊക്കെയാണ് നിൽക്കുന്നത് അല്ലേ ആഞ്ചല? യു ലൈക്ക് ഇറ്റ്? ആണോ? അമേലിയ കാണിച്ചേ പോനു. അമേലിയ കാണിച്ചേ. യു ലൈക്ക് ദാറ്റ്? ഇവിടെ എൻ്റെ ലേഡീസ് എല്ലാം കൂടെ ഹാൻഡ് ബാഗിന് വേണ്ടിയിട്ട് ഷോപ്പിങ്ങിലാണ്. ലേഡീസ്, ഹലോ ലേഡീസ്. ഏതാടാ? അതിൽ കയറും, മടക്കി വെക്കാമല്ലോ. ഒരു ഷോപ്പിംഗ് കഴിഞ്ഞ് 4 പേരുടെ അവസ്ഥ കണ്ടോ? കൂളിംഗ് ഗ്ലാസ് ഒക്കെ മേടിച്ചത് കണ്ണി വെച്ചുകൊണ്ട് നടക്കുന്നതിലൂടെ പരതി ഞങ്ങളപ്പം ഫേഷ്യലൊക്കെ ചെയ്ത് ബ്യൂട്ടിഫുൾ ആകാൻ പോവാണ് അല്ലേ കൊച്ചു? അതെ, ഞങ്ങൾ ഷോപ്പിംഗ് നടത്തി കരിഞ്ഞുണങ്ങി. അപ്പോൾ ഇനി ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്യാമെന്ന് വെച്ചു അല്ലേ? പിന്നെ അല്ലാതെ നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് വീണ്ടും നമ്മൾ കാണുന്നതായിരിക്കും. ഇവിടെ ഒരാൾക്ക് ഇങ്ങനെ സൂചിച്ചിരിക്കുവാണ്. പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്ത് ഇങ്ങനെ സൂചിച്ചിരിക്കുകയാണ്. എൻ്റെ 2 പിള്ളേരും കാർട്ടൂണൊക്കെ കണ്ടിരിക്കുന്നു. ഞാനും എൻ്റെ പിള്ളേരും കൂടെ ഇവിടെ തൊടുപുഴയുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. മമ്മ ഇപ്പോഴും പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് അല്ലേ? അങ്ങനെ എൻ്റെ പിള്ളേർ 2 പേരും കൂടെ എഗ് നൂഡിൽസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. മമ്മയുടെ പരിപാടി കഴിയുമ്പോഴത്തേനും പോയി മമ്മയെ കളക്ട് ചെയ്തുകൊണ്ട് വീട്ടിൽ പോകണം. അങ്ങനെ
ഞങ്ങൾ സാധനം എല്ലാം വാങ്ങിച്ച് വീട്ടിലെത്തി ഗൈസ്. ദേ ഒരു ലോഡ് സാധനം. ഇതെല്ലാം അച്ഛൻ്റെ സാധനമാണല്ലേ അച്ഛാ? വീട്ടിലെത്തി മണി 9:30 ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, കിടക്കണം അല്ലേ അച്ഛാ? അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.